കാറ്റത്തേക്കിളിക്കൂട് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് കാരണം സുധീഷിന് പിന്നെ ജോലിക്കൊന്നും പോവാതിരിക്കാൻ പറ്റുകയാണ്. ആ സങ്കടത്തിലിരിക്കുമ്പോഴാണ് സുധീഷ് ഒരു ദിവസം ട്രാവൽസിലേക്ക് വരുന്നത്. തോമസ് ചേട്ടനുമായി ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയിട്ട് അവൻ അങ്ങോട്ടേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ തൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ മറ്റു ഡ്രൈവർമാരുടെ വണ്ടിയിൽ കയറി പോകുന്നത് കണ്ടപ്പോൾ സുധീഷിനാകെ വിഷമമായി. അപ്പോഴാണ് അവിടെയുള്ളൊരു സ്റ്റാഫ് സുധീഷിനെ കണ്ട് ചോദിക്കുന്നത്, എന്താ സുധീഷേ ഈ വഴിയൊക്കെ, നിനക്കിവിടെ കുറച്ച് നാളത്തേക്ക് ജോലിയൊന്നുമില്ലല്ലോ എന്ന്. ഇത് കേട്ടുകൊണ്ട് വന്ന മറ്റൊരു ജീവനക്കാരൻ അമ്പരപ്പോട് ചോദിക്കുന്നുണ്ട്, ജോലിയില്ലെന്നോ, അതെന്താ പറ്റിയത്? അപ്പോൾ മറ്റേയാൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. നീ അറിഞ്ഞില്ലേ, സുധീഷ് ശരിക്കും വണ്ടി ഓടിക്കാതെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. പോലീസ് കുറച്ച് നാളത്തേക്ക് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ലൈസൻസ് ഒക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അയാൾ ചോദിച്ചു. സുധീഷ് പറയുന്നുണ്ട്, ഞാൻ ഓണറെ കാണാൻ വന്നതാണ് എന്ന്. ഇവിടെ ജോലിയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ ഞാൻ വരും. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് സുധീഷ് നേരെ തോമസ് ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ചെന്നു. തോമസ് ചേട്ടൻ പറഞ്ഞു, സുധീഷേ, ഒരു മാസത്തേക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ കുറച്ചു കാലം കാത്തിരിക്കുക തന്നെ വേണം. ആ വാക്ക് കേട്ട് വല്ലാത്ത നിരാശയോട് കൂടി തന്നെ സുധീഷ് അവിടെ നിന്നും മടങ്ങി. പിന്നീട് സുഭാഷും നികേഷും ഹരീഷും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തിന് സുധീഷ് ആണെങ്കിൽ ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയം ഭാസ്കരൻ അങ്ങോട്ടേക്ക് വന്നു. അയാൾ ചോദിച്ചു, എന്താ അകത്തേക്ക് പോകുന്നില്ലേ എന്ന്. ഇവിടെ തന്നെ അങ്ങ് ഇരുന്ന് കളഞ്ഞല്ലോ എന്ന് കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. നടക്കുന്നതൊക്കെ ഞാനും കാണുന്നുണ്ട്. ഇപ്പം നിനക്കാരും വണ്ടി ഓടിക്കാനൊന്നും തരുന്നില്ല അല്ലേ? മോളെ വണ്ടി പഠിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് അവൾ വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മിണ്ടാതെ നിൽക്കുകയാണ്. നിന്റെ പെണ്ണിൻ്റെ കൂടെ ജീവിക്കണമെന്ന് അവർക്ക് ആഗ്രഹം കാണില്ലേ എന്ന് പറഞ്ഞ് അയാൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. സുഭാഷ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ഛാ ഇങ്ങനെ എരി കയറ്റുന്നത് എന്ന്. ഞാൻ കാണുന്ന കാര്യങ്ങളല്ലേ പറയുന്നത് എന്ന് ഭാസ്കരൻ. എനിക്ക് കണ്ണ് കെട്ടിയിരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് ഭാസ്കരൻ തിരിച്ചടിച്ചു. അപ്പോൾ നിന്റെ ജോലിയും പോയല്ലേ? അവൾ നിന്റെ ഭാര്യയാണെന്ന ചിന്ത നിനക്കെങ്കിലും നിന്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. പുറത്തു നിന്നൊരു സമാധാനമില്ലാതെ വന്നപ്പോൾ ഇവിടെ അതിലും വലിയ സമാധാനക്കേടാണല്ലോ എന്ന് സുധീഷ് ഇങ്ങനെ ചിന്തിച്ചു. ഭാസ്കരൻ വീണ്ടും പറഞ്ഞു, അവസാനം എന്നെ ഒഴിവാക്കിയതുപോലെ തന്നെ നിന്നെയും അവർ ഒഴിവാക്കുമെന്ന്. ഞാൻ ഈ സൈഡിൽ ഇവിടെ പുറത്ത് കട്ടിലിട്ട് ഇരിക്കുന്നത് പോലെ തന്നെ നീ അപ്പുറത്തെ സൈഡിൽ കിടക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. പെണ്ണുങ്ങൾ വാഴാത്ത വീടാണിതെന്ന് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു പെണ്ണ് വന്നപ്പോൾ അവർക്ക് സന്തോഷം താങ്ങാൻ പറ്റുന്നില്ല. അതൊക്കെ കേട്ട് ദേഷ്യം വന്ന സുധീഷ് അകത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അങ്ങനെ അവൻ അവിടെ നിന്ന് നേരെ പോയി അങ്ങ് മദ്യപിക്കാണ് സുധീഷ്. അവിടെ വെച്ച് തോമസ് ചേട്ടനെ കണ്ടു. മദ്യലഹരിയിൽ സുധീഷ് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ ഓരോന്നോരോന്നായി തുറന്നു പറഞ്ഞു. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം ശരിക്കുമുള്ള കല്യാണമല്ല എന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നത് വെറുമൊരു നാടകമായിരുന്നുവെന്നും സുധീഷ് വെളിപ്പെടുത്തി. നിധിക്ക് അവളുടെ വീട്ടുകാരെ നിശ്ചയിച്ച കല്യാണം ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ എന്നോട് സഹായം ചോദിച്ചു. അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് അവൻ തുറന്നു പറഞ്ഞു. അവളോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടാവും. പിന്നെ വല്ലാത്തൊരു അകൽച്ചയാണ് അനുഭവപ്പെടുന്നത് എന്ന് സുധീഷ് തോമസ് ഏട്ടനോട് സങ്കടമെല്ലാം തന്നെ പറഞ്ഞു. തോമസ് ഏട്ടൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, നീ ഏതായാലും അവളെ കല്യാണം കഴിച്ചതല്ലേ, ഇനി അവളുടെ ഭർത്താവായിട്ട് തന്നെ നീ ജീവിക്കണം. അത് എങ്ങനെയാ തോമസ് ഏട്ടാ? അവൾ എന്നെ ഭർത്താവായിട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് സുധീഷ് ചോദിച്ചു. അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. പെണ്ണുകൾ ഉള്ളിലുള്ളതൊന്നും തുറന്നു പറയില്ല. നമ്മൾ വേണം അതൊക്കെ മനസ്സിലാക്കാനേ. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നിന്നെ പുറത്തു കൊണ്ടുവരാൻ അവൾ എത്രമാത്രം വിഷമിച്ചതാണെന്ന് ഞാൻ കണ്ടതാണ്. നീ നിന്റെ ഭർത്തൃവകാശം അവളുടെ അടുത്തങ്ങ് കാണിക്കണം. അധികാരത്തോടു കൂടി സംസാരിക്കുന്ന ആണുങ്ങളെയാണ് പെണ്ണുങ്ങൾക്കിഷ്ടം. തോമസ് ഏട്ടൻ്റെ വാക്ക് കേട്ട് ആവേശത്തിലായ സുധീഷ് മദ്യപിച്ച് ലെക്ക് കെട്ട് നേരെ കിളിക്കൂട്ടിലേക്ക് വരികയാണ്. അവൻ നിധിയുടെ മുറിയിലേക്ക് ലക്ഷ്യമാക്കി നടന്നു. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ അവൻ വാതിലടച്ചങ്ങ് കുറ്റിയിട്ടു. ആ സമയത്തിന് നിധി നല്ല ഉറക്കത്തിലായിരുന്നു. സുധീഷ് നേരെ ചെന്ന് അവളുടെ ബെഡിലേക്ക് അങ്ങ് ഇരുന്നതോടുകൂടി തന്നെ നിധി ആകെ ഞെട്ടി വിയർത്തു. അവൾ പെട്ടെന്ന് തന്നെ ബെഡിലങ്ങ് എഴുന്നേറ്റിരുന്നു. ഇയാൾ ഇതെന്താ ഈ കാണിക്കുന്നത് എന്ന് അവൾ ദേഷ്യത്തോട് ചോദിച്ചു. സുധീഷ് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ കിടക്കും. ഇനി മുതൽ ഞാൻ നിന്റെ കൂടെ നിന്റെ ബെഡിൽ തന്നെ കിടക്കും. ഹാളിലൊന്നും കിടക്കാൻ എന്നെ കിട്ടില്ല. ഇത് കേട്ട് നിധി ദേഷ്യപ്പെട്ട് ലൈറ്റ് ഇട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പോവാൻ സുധീഷിനോട് ആവശ്യപ്പെട്ടു. ഇത് കണ്ട് നിധി ദേഷ്യപ്പെട്ട് ലൈറ്റ് ഇട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പോവാൻ സുധീഷിനോട് ആവശ്യപ്പെട്ടു. പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കും. ഭാര്യയുടെ കൂടെയല്ലേ ഭർത്താവ് കിടക്കേണ്ടത്. ഞാൻ പോകില്ല എന്ന് സുധീഷ് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഞാൻ പുറത്തു പോയിക്കോളാമെന്ന് പറഞ്ഞ് നിധി ഉറങ്ങാൻ നോക്കുമ്പോൾ സുധീഷ് അവളെ തടഞ്ഞു നിർത്തി. മര്യാദക്ക് വഴിയിൽ നിന്നും മാറുകയെന്ന് നിധി പറഞ്ഞുവെങ്കിലും സുധീഷ് വഴങ്ങിയില്ല. നിധി കരഞ്ഞുകൊണ്ട് സുഭാഷേട്ടാ എന്നങ്ങ് ഉറക്കെ വിളിച്ചു. സുധീഷ് പരിഹസിച്ചു തുടങ്ങി. സുഭാഷേട്ടനെ വിളിക്കാൻ എന്തിനാ ഇപ്പോൾ അയാളെ വിളിക്കുന്നത്? വാതിൽ തുറക്കാൻ നിധി ആവശ്യപ്പെട്ടുവെങ്കിലും സുധീഷ് സമ്മതിച്ചില്ല. നിധി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുഭാഷിനെ വിളിക്കാൻ വാതിൽ തുറക്കാൻ അപേക്ഷിച്ചു.
സുധീഷ് വേഗം തന്നെ ഡോർ അങ്ങ് ലോക്ക് ചെയ്തു. ബഹളം കേട്ട് സുഭാഷ് ഉണർന്ന് ലൈറ്റിട്ടു. നികേഷിനെയും ഹരീഷിനെയൊക്കെ വിളിച്ചുണർത്തി. അവരെല്ലാവരും കൂടി വാതിലിൻ്റെ അടുത്തേക്ക് എത്തി. സുഭാഷ് ഏട്ടാ, എനിക്ക് പേടിയാവുന്നു. സുധീഷ് വാതിൽ തുറക്കുന്നില്ല. സുധീഷ് വാതിൽ അകത്ത് നിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് നിധി വിളിച്ചുകൊണ്ട് പറഞ്ഞു. സുഭാഷ് വാതിൽ തട്ടി. സുധീഷേ, നീ അകത്ത് എന്ത് ചെയ്യുവാണ്? വാതിൽ തുറക്കുകയെന്ന് അവൻ ആക്രോശിച്ചു. ഹരീഷും നികേഷും വാതിൽ തുറക്കാൻ പറഞ്ഞ് ബഹളം വെച്ചു. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം സുഭാഷ് ഏട്ടാ, നിങ്ങൾ പോയി ഉറങ്ങാൻ നോക്ക്, സുധീഷ് അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. ഇതിനിടയിൽ ഭാസ്കരൻ ഉണർന്നു വരുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, വാതിൽ തുറക്കാൻ പറ എന്ന് നിധി വീണ്ടും പറഞ്ഞു. സുധീഷിനെ തള്ളി മാറ്റിക്കൊണ്ട് തന്നെ നിധി പെട്ടെന്നങ്ങ് വാതിൽ തുറക്കാണ്. നിധി, മോളെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ സുഭാഷ് നിധിയുടെ അടുത്തേക്ക് ഓടിയെത്തി. എന്താ നീ ഇവിടെ കാട്ടുന്നത് എന്ന് സുധീഷിനോട് സുഭാഷ് ചോദിച്ചു. ഞാൻ ഇവളുടെ ഭർത്താവാണ്. ഞാൻ ഇവളുടെ കൂടെ മുറിയിൽ കിടക്കും. എൻ്റെ ഭാര്യയല്ലേ ഇവളെ എന്ന് സുധീഷ് ദേഷ്യപ്പെട്ട് വിളിച്ചു പറയാണ്. അകത്തേക്ക് വന്നതു മുതൽ സുധീഷ് ഇങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത് എന്ന് നിധി പരാതിപ്പെട്ടു. എന്തിനാ സുഭാഷ് ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് സുധീഷ് ചോദിക്കാണ്. ഇത് കേട്ട് സഹിക്കട്ടെ സുഭാഷ് സുധീഷിൻ്റെ കർണത്തിട്ടൊരൊറ്റ ഒന്നങ്ങ് പൊട്ടിക്കാണ്. എടാ, കുടിച്ചു വന്നിട്ട് സ്വന്തം പെണ്ണിൻ്റെ വേഗത്ത് അനാവശ്യം കാണിക്കുന്നോടാ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് തന്നെ സുഭാഷ് അങ്ങ് ദേഷ്യപ്പെടും. ഞാൻ ഇവിടെ തന്നെ കിടക്കും. ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ തന്നെ കിടക്കും. എൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കുന്നതിൽ എന്നെ ആരും ചോദ്യം ചെയ്യേണ്ട എന്ന് സുധീഷ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ വീണ്ടും നിധിയുടെ കൂടെ കിടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് സുധീഷ്. ഇത് കേട്ട് സഹിക്കവയ്യാതെ സുഭാഷ് വീണ്ടും അവൻ്റെ കർണത്തടിച്ചു. ഇതൊക്കെ കണ്ട് സുധീഷ് തിരിച്ചു തല്ലാൻ നോക്കിയെന്നത് കണ്ട് എല്ലാവരും ആകെങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇവളെ കല്യാണം കഴിച്ചുവെങ്കിൽ ഇവൾ എൻ്റെ ഭാര്യയാണ്. എനിക്കിവളെ വേണം. പേരിന് മാത്രം ഒരു ഭാര്യയായിട്ട് ഇവൾ എന്തിനാ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്? എനിക്കിവളെ സ്വന്തമാക്കണം. ഇന്നു മുതൽ എല്ലാ രാത്രിയും ഞാൻ ഇവളുടെ കൂടെ തന്നെ കിടക്കും. മനസ്സും ശരീരവും എല്ലാം സ്വന്തമാക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനമെന്നൊക്കെ പറഞ്ഞ് കുടിച്ച് ഒട്ടും ബോധമില്ലാതെ അങ്ങനെ ലക്ക് കെട്ട രീതിയിലായിരിക്കും സുധീഷ് സംസാരിക്കുന്നത്. നിധിയെ തനിക്കിനി എന്നേക്കുമായി സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തോമസ് ഏട്ടൻ പറഞ്ഞു കൊടുത്ത ആ ഒരു വിധിയായിരിക്കും നിധിയെ എല്ലാ അർത്ഥത്തിലും കീഴ്പ്പെടുത്തുക എന്നത്. അങ്ങനെ നിധിയെ ബലമായി കീഴ്പ്പെടുത്താനായിരിക്കും സുധീഷിൻ്റെ ശ്രമം. സുധീഷ് കൈയുയർത്തിക്കൊണ്ട് തന്നെ സുഭാഷ് ഏട്ടനെ തല്ലാനോങ്ങിയതോടുകൂടി തന്നെ സുഭാഷ് അങ്ങ് തറഞ്ഞു നിന്നുപോയി. ആ വീട്ടിലെ സകല നിയമങ്ങളും മര്യാദയും ആ നിമിഷം അങ്ങ് കാറ്റിൽ പറന്നു. സുഭാഷ് ഏട്ടനെ തല്ലാൻ കയ്യോങ്ങിയ സുധീഷിനെ നികേഷും ഹരീഷും ചേർന്ന് ബലമായി അങ്ങ് പിടിച്ചു മാറ്റി. നിനക്ക് ഭ്രാന്ത് പിടിച്ചോടാ, നിന്നെ വളർത്തി വലുതാക്കിയ ഏട്ടന് നേരെയാണോ നീ കയ്യോങ്ങുന്നത്? നികേഷിൻ്റെ ശബ്ദം വീടിൻ്റെ ചുവരുകളിൽ അങ്ങ് പ്രതിധ്വനിച്ചു. മദ്യലഹരിയിൽ സുധീഷ് അലറി. ഏട്ടനും അനിയനൊക്കെ പുറത്ത്. ഈ മുറിക്കുള്ളിൽ എനിക്കൊരു അവകാശമുണ്ട്. അത് ചോദിക്കാൻ വന്ന എന്നെ തല്ലാൻ ഇയാൾക്കാരാണ് അധികാരം? അവൻ്റെ വാക്കുകൾ കേട്ട് നിധി തളർന്നു കട്ടിലേക്കിരുന്നു. സുഭാഷ് ഒന്നും മിണ്ടിയില്ല. സ്വന്തം അനിയിൽ നിന്നും ഇങ്ങനൊരു പെരുമാറ്റം അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. കണ്ണുകളിൽ നിറഞ്ഞ നനവ് പുറത്തു കാണിക്കാനാവാതെ സുഭാഷ് പതുക്കെ പറഞ്ഞു. സുധീഷേ, നീ കുടിച്ചിട്ടുണ്ട്. നീ നന്നായി കുടിച്ചിട്ടുണ്ട്. നിനക്ക് ബോധമില്ല. നിനക്ക് നിധിയെ അത്രയധികം ഇഷ്ടമാണെങ്കിൽ അവളോട് സ്നേഹത്തോടെ നീ ചോദിക്കണമായിരുന്നു. അല്ലാതെ അവളുടെ സമ്മതമില്ലാതെ നീ വാതിൽ പൂട്ടി അവളെ പേടിപ്പിക്കുകയല്ലേ വേണ്ടത്. ഭാസ്കരൻ ഇതൊക്കെ കണ്ട് ദൂരെ മാറി നിന്ന് പരിഹാസത്തോടെ നോക്കി നിന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ വീടിൻ്റെ ഐശ്വര്യം പോയി എന്ന്. ഇനി തല്ലും ബഹളവും ഒക്കെ പതിവായിരിക്കും. അയാളുടെ വാക്കുകൾ സുധീഷിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അവൻ എല്ലാവരെയും തള്ളിമാറ്റി പുറത്തേക്കോടി. വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇല്ലെന്ന കാര്യം പോലും മറന്ന് തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ ഇരുട്ടിലേക്ക് പറഞ്ഞു. രാത്രി മുഴുവൻ നിധി ഉറങ്ങിയില്ല. താൻ കാരണം ആ കുടുംബത്തിലെ ഐക്യം തകർന്നല്ലോ എന്നോർത്തുകൊണ്ട് തന്നെ അവൾ നീറി. പിറ്റേന്ന് നേരം വെളുത്തിട്ട് സുധീഷ് തിരിച്ചു വന്നില്ല. സുഭാഷും മറ്റുള്ളവരും അവനെ അന്വേഷിച്ച് പലയിടത്തും വിളിച്ചു. വൈകുന്നേരമായപ്പോൾ തോമസ് ചേട്ടനാണ് ആ ഒരു വാർത്ത അറിയിച്ചത്. സുധീഷ് അതിവേഗത്തിൽ പോയി ബൈക്ക് മറിഞ്ഞ് ഹോസ്പിറ്റലിലാണ് എന്ന്. എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് ഓടി. ഐസിയുവിന് മുന്നിൽ ആകെ തകർന്നു കിടക്കുന്ന സുധീഷിനെയാണ് അവർ കണ്ടത്. ഭാഗ്യത്തിന് വലിയ പരിക്കൊന്നുമില്ല. പക്ഷേ അവൻ ആകെ തളർന്നിരിക്കുന്നു. സുഭാഷിനെ കണ്ടപ്പോൾ സുധീഷ് പൊട്ടിക്കരഞ്ഞു പോയി. എന്നോട് ക്ഷമിക്കൂ സുഭാഷ് ഏട്ടാ. ഞാൻ എന്തൊക്കെയോ വിചാരിച്ചാണ്. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതാണെന്നൊക്കെ പറയും. സുഭാഷ് അവൻ്റെ തലയിൽ തലോടി. സാരമില്ലാടാ, നിനക്ക് ആപത്തൊന്നും പറ്റിയില്ലല്ലോ. നിധി പതുക്കെ അവൻ്റെ അരികിലേക്ക് വന്നു. സുധീഷ് അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ധൈര്യമില്ലാതെ തല താഴ്ത്തി. നിധി, നീ എന്നോട് ക്ഷമിക്കണം. നിന്നെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. നിധി ശാന്തമായി പറഞ്ഞു. സുധീഷ്, ഭർത്താവ് എന്നാൽ അധികാരം കാണിക്കുന്ന ആളല്ല, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ആ വിശ്വാസം എനിക്ക് തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നൊന്ന് ആലോചിക്ക്. ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങുമ്പോൾ കിടക്കൂട്ടിലെ കാറ്റൊന്ന് ശാന്തമാവുന്നത് പോലെ തോന്നി. പക്ഷേ ഉള്ളിൽ പകയായി നിൽക്കുന്ന ഭാസ്കരനെയും നിധിയെയും സ്വന്തമാക്കാൻ വേണ്ടി കരുക്കൾ നീക്കുന്ന ആ പഴയ ശത്രുക്കളെയും ഇനിയും വരാനിരിക്കുന്നതേയുണ്ടോ? ആ പരീക്ഷണങ്ങളൊക്കെ, നിധിയെ സ്വന്തമാക്കാനുള്ള പരീക്ഷണങ്ങളൊക്കെ സുധീഷ് എങ്ങനെ നേടിയെടുക്കുമെന്നൊക്കെ ആയിരിക്കട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.